കൊലപാതകം, മദ്യപാനം, പിടിച്ചുപറി, നിയമവിരുദ്ധ പണമിടപാട് തുടങ്ങിയ കേസുകളിലാണ് 29 ഇന്ത്യക്കാർ ജയിലിൽ കഴിയുന്നത്. കർണാടക സ്വദേശി സുഹൈൽ വധക്കേസിലെ പ്രതി ഗോപിനാഥ് ഗംഗാധർ, കണ്ണൂർ മാട്ടൂൽ ഫൈസൽ വധക്കേസിലെ പ്രതി മലയാളിയായ ഭരതൻ എന്നിവരാണ് കൊലപാതക കേസിൽ തടവിലുള്ളത്. 2 വധക്കേസിലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ബന്ധുക്കൾ കോടതിയെ രേഖാമൂലം അറിയിച്ചിരുന്നു. ഫൈസൽ വധക്കേസിലെ ബന്ധുക്കളുടെ പ്രതിക്രിയ പ്രകാരമുള്ള അന്തിമവിധി ഇനിയും വന്നിട്ടില്ല. കൊലപാതകത്തിന് സഹായിച്ചു എന്നതാണ് എറണാകുളം സ്വദേശി എൽദോ വർഗീസിനെതിരെയുള്ള കേസ്. ഈ പ്രതിയായിട്ടുള്ള മലയാളി ശരിക്കും മദ്രാസിൽ താമസിക്കുന്ന ആളാണ്. മലയാളി കേരള സംസ്ഥാനക്കാരനല്ല. അതുപോലെ ഒരാൾ സാമ്പത്തിക കേസിൽ, ഒരു അങ്കമാലി സ്വദേശി സാമ്പത്തിക കേസിൽ പ്രതിയാണ്. ബാക്കി 6 പേരും മദ്യപാന കേസിലാണ് പ്രതികളായിട്ടുള്ളത്. അവർ അടുത്തിടെ ജയിലിൽ പോലീസ് പല സമയങ്ങളിലായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ബീഹാർ സ്വദേശി മുഹമ്മദ് അഫ്സൽ അബ്ദുൾ റസാഖ് ഫനാത്വീരിൽ സിഗ്നൽ കട്ട് ചെയ്തുണ്ടായ വാഹനാപകടത്തിൽ 2 ഫിലിപ്പീനുകൾ മരിച്ച കേസിലാണ് ജയിലിൽ കഴിയുന്നത്. രാജസ്ഥാൻ സ്വദേശി ഗോവിന്ദ് റാം മോഹൻ റാം ജുബൈലിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു സ്വദേശി മരിച്ച കേസിലാണ് ജയിലിൽ കഴിയുന്നത്. ശിക്ഷാ കാലാവധി കഴിഞ്ഞ ഹൈദരാബാദ് സ്വദേശി അഹമ്മദ് ഉമർ മുഹമ്മദ്, രാജസ്ഥാൻ സ്വദേശി രാജു സിംഗ്, ബീഹാർ സ്വദേശി സഫ്ദർ ആലം മുഹമ്മദ് കാസിം എന്നിവരുടെ നാട്ടിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം.